You can mark your attendance now. All of you mark your attendance now. Okay. Andros and Shafi Shajan, Christy Sindo, Shamvir, turn on your camera. Christy Sindo, Shafi Shajan, and Shamvir, turn on your camera. Okay. All of you. Adwar Kamal, turn on your camera. Shafi Shajan, what are you doing there? Turn on your camera. Okay, did you mark your attendance? Did you mark your attendance? But actually 20 participants are here, but I can see the attendance of only 15. Vegam mark attendance mark here. Attendance mark cheyidilla only miss attendance therula ട്ടോ mark cheyathorkku. Okay, make sure that you mark your attendance. Shamvir, tell me. Miss, video fake kotte. Pani. Okay, കുഴപ്പമില്ല. ഇരുന്നോ, പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ക്ഷീണോ അതോ കിടക്കാനൊക്കെ റെസ്റ്റ് എടുക്കാനാണെങ്കിൽ ഓഫാക്കിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും. No problem. You should listen to the class. Okay. Okay. Except Shamil, Shafi, Advait, Kamal, turn on your camera. Shafi എന്ത് പറ്റി? ഷെഫി എപ്പോഴും ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്നതാണല്ലോ അവിടെ. ഷെഫി, are you there? Pedrin John, turn on your camera. Okay. Then, do you have any doubt regarding the previous class? It is, how can we check whether the given fractions are equivalent or no? Okay, it is first, if you are provided with a fraction first, you should do the cross multiplication first. Okay, then check whether the answers on both sides are equal. If they are equal, then we can say that fraction is equivalent. If they are not equal, we can say that is not equivalent fractions. Okay, no doubt. So let's go to the next one. The next section is forming equivalent fractions. That is, here we are going to form the equivalent fractions if one of such fraction is given. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്താണെന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നമ്മൾ ഇവിടുത്തെ ക്ലാസ്സിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. ടേക്ക് യുവർ നോട്ട്ബുക്ക്. ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരാനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തരാം. എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു ഉണ്ടാക്കാൻ. അപ്പൊ ഇന്നലെ ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞില്ലായിരുന്നോ? ടെസ്റ്റ് ഫോർ ഇക്വലന്റ് ഫ്രാക്ഷൻസ് നിങ്ങൾ സ്പേസ് വിടാൻ പറഞ്ഞിട്ട് നിങ്ങൾ നോട്ടിൽ അത് എഴുതിയോ? Then show me. അത് ക്യാമറയിൽ കാണിച്ചു എല്ലാവരും. ഓക്കെ, എല്ലാം ഓക്കെ ആണ്. Then where is Aaron? Not that Aaron. Test for equivalent fractions എന്ന് പറഞ്ഞിട്ട് ആ 3 പോയിന്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അമ്മയ ഓക്കെ, സൂര്യദേവ് ഓക്കെ, and Andros Prince okay, Ashin okay, Alansaj okay, Shamil okay, Devanshana show me. Abdul Basit കുറച്ചും കൂടെ അടുത്തുകൊണ്ട് കാണിക്കുമോ? ഓക്കെ, Agnes okay, okay. Devanshana, tell me. മിസ്, ഞാനിപ്പോ ഷോപ്പിലാണ്. അപ്പൊ എന്റെ മാത്സിന്റെ ബുക്കിന്റെ പേജ് കഴിഞ്ഞോണ്ട് ന്യൂ മാത്സ് ബുക്കാണ് എടുത്തത്. അപ്പൊ അതിൽ കംപ്ലീറ്റ് ആയി എഴുതിയിട്ടുണ്ടായിരുന്നോ? Okay, no problem. What about others? Okay, okay. സേബയുടെ ക്യാമറ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫോട്ടോസ് തന്നെയാണ് കേട്ടോ ക്ലാസ് കഴിയുമ്പോഴേക്കും. Okay, so Shafi Shajan, where is your notebook? Shafi, can you hear me? എന്ത് ഷിഫി ചോദിച്ചിട്ട് റെസ്പോൺസ് ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നത്?
Shifi, can you hear me? Okay, then show me your notebook. ഇന്നലെ എഴുതിയത് ഞാൻ കുറച്ച് സ്പേസ് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ഫോർ ഇക്വലന്റ് ഫ്രാക്ഷൻസ് എഴുതാൻ വേണ്ടി അത് എഴുതിയായിരുന്നോ? Yes or no? No. അപ്പൊ ഇന്ന് കംപ്ലീറ്റ് ആക്കണം കേട്ടോ അത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എല്ലാവരുടെ നോട്ട് ചെക്ക് ചെയ്യും. അദ്വൈത് കമലിന്റെ എവിടെ? നമ്മൾ പ്രോബ്ലം ചെയ്ത് മാത്രമേ ഉള്ളൂ. Show me that 3 roots. Then what about Christy's window? Christy's window. Where is your notebook? അദ്വൈത് കമൽ അതല്ല മിസ് പറഞ്ഞത്, അതിന് മുകളില് ടെസ്റ്റ് ഫോർ ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് 3 റൂൾസ് ഉണ്ട്. അപ്പൊ അത് എഴുതാൻ സ്പേസ് വിടാൻ മിസ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലം എഴുതേണ്ടത്. ആ സ്പേസ് വിട്ടിട്ടില്ല അപ്പൊ അദ്വൈത് കമൽ. ഓക്കെ, എനിവേ കംപ്ലീറ്റ് ആക്കാത്ത ആൾക്കാർ എല്ലാവരും കംപ്ലീറ്റ് ആക്കുക. നെക്സ്റ്റ് ക്ലാസ് ഞാൻ ഓരോ ആൾക്കാരുടെ നോട്ട് ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ഇന്നൊരു ദിവസം എക്സ്ക്യൂസ് തരുവാണ്. Then next one, write the heading forming equivalent fractions. Forming equivalent fractions. Forming equivalent fractions. Okay. Forming equivalent fractions. Make it fast. വേഗം എഴുതണം കേട്ടോ. ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. Okay. Forming equivalent fractions. That is the heading. Okay. So, last class we studied about the equivalent fractions. Okay. And then we studied test for checking the equivalence of these fractions. Today we are going to study how to form these equivalent fractions. Okay. There are 2 methods. Listen. All of you listen here. All of you listen here. Okay, there are 2 methods for converting a given fraction into its equivalent form. 2 methods വെച്ചിട്ട് നമുക്ക് equivalent fractions കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. First method is by multiplication. Okay, second method is by division. That is by multiplication and through division we can form the equivalent fractions. Okay, so in order to form the equivalent fraction, multiplication ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെയിം നമ്പർ എടുത്തിട്ട് നമ്മുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. Then we get the equivalent fraction. ഡിവിഷൻ ആണെങ്കിലോ സെയിം നമ്പർ വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യണം. Then we get the equivalent fraction of that fraction. Okay, here നമ്മൾ ആ സെയിം നമ്പർ എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. The number should be greater than 1. 1 എടുക്കാൻ പാടില്ല. 1നേക്കാളും ഗ്രേറ്റർ ആയ ഏത് നമ്പർ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒക്കെ ചെയ്യാം. Okay, that is to form equivalent fractions, multiply or divide by a number greater than 1. That is an important thing. Okay, so you can write that. ടെക്സ്റ്റിൽ അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടല്ലേ, ഇറ്റ് ഈസ് ടു ഫോം ഇക്വലന്റ് ഫ്രാക്ഷൻസ്. അതും കൂടെ എഴുതിക്കോ, ബാക്കി ഞാൻ അതിന് ശേഷം പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? ആ സെന്റൻസ് മനസ്സിലായില്ലേ? ടു ഫോം ഇക്വലന്റ് ഫ്രാക്ഷൻസ്, മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ബൈ എ നമ്പർ ഗ്രേറ്റർ ദാൻ 1. So if you write that sentence in your notebook, make it fast. സ്ലോ ആവില്ലേ? നമുക്ക് മാത്സ് നമുക്ക് ഒരുപാട് തീരാനില്ലേ? സോ എഴുതേണ്ട കാര്യങ്ങളൊക്കെ സ്പീഡിൽ തന്നെ എഴുതണം, വിത്തൗട്ട് മേക്കിംഗ് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഓക്കെ, ആ നോട്ടിൽ നമ്മൾ നേരത്തെ ഇന്നലെ ക്ലാസ്സിൽ ചെയ്തില്ലേ, അതിന്റെ ബാക്കിയായിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഓക്കെ, ഫോമിംഗ് ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെ ഒരു സെന്റൻസ് ഉണ്ട്. ടു ഫോം ഇക്വലന്റ് ഫ്രാക്ഷൻസ്, മൾട്ടിപ്ലൈ ഓർ ഡിവൈഡ് ബൈ എ നമ്പർ ഗ്രേറ്റർ ദാൻ 1. റൈറ്റ് ദാറ്റ് സെന്റൻസ് ഓൺലി. ആ ഒരു സെന്റൻസ് മാത്രം എഴുതുക. It is to form equivalent fractions, multiply or divide by a number greater than 1. Okay.
Okay. All of you write. Okay. So listen here. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള okay, listen here. Fractions may be നിങ്ങൾക്ക് തന്നിട്ടുള്ള fractions 2/8. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. by 4. Okay. Suppose ഇതാണ് നിങ്ങൾക്ക് ഒരു ഫ്രാക്ഷൻ തന്നിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കൺവേർട്ട് okay, that is convert this fraction into its equivalent form. Okay, so നമുക്ക് first multiplication ചെയ്യാം. Multiply ചെയ്യുമ്പോൾ all of you listen here. Multiply ചെയ്യുമ്പോൾ ഉള്ള condition എന്താണെന്ന് വെച്ചാൽ we should multiply both this numerator and denominator by the same number. Multiply this numerator and denominator by the same number. Let's take the number as 2. 2 എന്ന് പറഞ്ഞൊരു നമ്പർ വെച്ച് നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. Okay, it is taking 2, then multiply this numerator first. 2 into 2. Okay, then ഈ ലൈൻ ഇങ്ങനെ കുറച്ച് നീളത്തിൽ വരച്ചോ. Okay, then ഈ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സെയിം നമ്പർ വെച്ചിട്ടാട്ടോ. ദേവാഞ്ജന, okay, can you please mute your mic? Okay, so listen here. Then 4 into 2. 4 into 2. Okay, what is 2 into 2? 4. 4. Yes, that is 4. 4 by 4 into 2? 8. Yes. Yes, 4 into 8. നോട്ട്ബുക്കിലേക്ക് എഴുതണോ? ഇല്ല നോട്ട്ബുക്കിലേക്ക് എഴുതാൻ മിസ് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് 2/4 ആയിരുന്നു. ആ 2/4നെ എങ്ങനെ നമുക്ക് അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാന്നാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. That is multiplying both the numerator and denominator by a same number, we get this equivalent fraction. This is how we form the equivalent fraction of this 2/4. ഇപ്പൊ 2/4ന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് 4/8. 2/4 equal to 4/8 എന്ന് നമുക്ക് എഴുതാം. Okay, so we can write, wait, ഇപ്പൊ എഴുതാറായിട്ടില്ല. is 2/4. ഏത് നമ്പറും കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് നമ്പർ എടുക്കാം, ബട്ട് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ആ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഞാനൊരു എക്സാമ്പിളിലാണ് 2 എടുത്തത്. നിങ്ങൾക്ക് 3 വെച്ചിട്ട് ചെയ്യാം, നോ പ്രോബ്ലം. 4 വെച്ചിട്ട് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ആ എടുക്കുന്ന ആ ഒരു നമ്പർ വെച്ച് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലാണ്ട് ഇവിടെ 2 എടുത്തിട്ട് ഇവിടെ 3 എടുക്കാൻ പാടില്ല. ഏത് ഇതോ? ക്ലാസ് കട്ടായി പോയോ? ഞാനൊന്നും എഴുതിപ്പിച്ചിട്ടൊന്നും ഇല്ല. ടെക്സ്റ്റിലുള്ളത് മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. എക്സ്ട്രാ നോട്ടൊന്നും കൊടുത്തിട്ടില്ല. എവിടം വരെ എഴുതിയത്? ഒന്നും എഴുതിയിട്ടില്ല. ഇല്ല ടീച്ചർ, കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തം എഴുതിയതാ. ഓക്കെ, ദാറ്റ് ഈസ് ഫോമിംഗ് ഇക്വലന്റ് ഫ്രാക്ഷൻസ് എന്നുള്ള ഹെഡിങ് എഴുതുക ആദ്യം ടെക്സ്റ്റിലുള്ളത്. അതിനുശേഷം അതിന്റെ അടിയിൽ ഒരു സെന്റൻസ് ഉണ്ട്. To form equivalent fractions, multiply or divide by a number greater than 1. അവിടം വരെ എഴുതുക. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫോം ചെയ്യാം എന്നാണ്. ദാറ്റ് ഈസ് ഒരു ഫ്രാക്ഷൻ തന്നാൽ എങ്ങനെ ഇക്വലന്റ് ഫ്രാക്ഷൻ ഫോം ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് മൾട്ടിപ്ലിക്കേഷനും നെക്സ്റ്റ് ഡിവിഷനും ആണ്. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ 1നേക്കാളും കൂടുതലായ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ആ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ഇക്വലന്റ് ഫ്രാക്ഷൻ. സോ ഹിയർ വി ടുക്ക് ദ നമ്പർ 2, then multiply this 2 with this 2, that is multiplied this 2 with the numerator, multiply this 2 with the denominator, and we get the answer as 4/8. So we can say 2/4 equal to 4/8. They are equivalent fractions. Okay, so let's take another example. Where example എടുക്കാം നമുക്ക്. Okay, ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ നിങ്ങൾ തന്നെ പറ. Any fraction. 8 into 2.
No, അങ്ങനെയല്ല 8 into 2 അല്ല 8 2 by 4 4 by 8 1 by 3 അതുപോലെ ഒരു ഫ്രാക്ഷൻ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ പറ. Which one? 3 by 4. Okay, very good. Let's take 3 by 4 here. This 3 by 4. And we have to find out the equivalent fraction of 3 by 4. So, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? First, take a number greater than 1. Okay, so നിങ്ങൾ choose a number which is greater than 1. Any number. Come on. 8. Oh, 8. Very good. 8 is a larger number. So, we are taking 8 as the number. Okay. Then, multiply both numerator and denominator by 8. Both numerator and denominator by 8. Okay. What is 8 into 3? 8 into 3 is? 8 into 3, 21. 24. 8 into 3 is 24. Okay. Then what is 8 into 4? 8 into 4? Yes, 32. 32. 32. Yes, 32. So we can say this 3 by 4 equals to 3 by 4 equal to what? 24 by 32. 24 by 30. So we can say this is the equivalent fraction of 3 by 4. 24 by 32 is the equivalent fraction of 3 by 4. We can say this 3 by 4 and 24 by 32 are equivalent fractions. I think now you got an idea. Equivalent fractions understood? Okay. Then, notebook. Okay, this is first method. Wait, this is first method. That is finding the equivalent fractions by multiplication. Let's take the next method. What is the next method? Another method. Division. Yes, division. Okay, for that, let's take the number 12 by 8. 12 by 8. So listen, I'm choosing another color for writing this. Confusion, I'm same color. Okay, let's take blue color for writing this. So, take the fraction 12 by 8. Okay, 12 by 8. Here, we need to divide both numerator and denominator by a same number. Now, we will divide easy to divide fractions. And the fractions are reminder on the answer number. Let's take 2. 2 is 12 and 8 divide no problem. 8 and 12 are the multiples of 2. 2 in the multiples are 8 and 12. Okay. So, for easy calculation, let's take 2. Okay, 2. Okay, then we need to divide both this numerator and denominator by the same number. Okay. This is my 8. Okay, 8 in shape of that's my 8. Okay, so number number 2. Okay, after 2 is number both numerator name, denominator name divide share. 12 divided by 2 and 8 divided by 2. Then, what is 12 divided by 2? What is 12 divided by 2? No. 12 divided by 2. 12 and a half is 6. Clear? You can say no problem. Side 12 divided by 2. Yes, 12 divided by 2 is 6. Okay, oh my God.
12 divided by 2 is 6. Okay. Then 8 divided by 2? 16. 8 divided by 2. Division. No, not multiplication alla. We are dividing here. Division alle nammal edukkunnathu. Appo nammal endha cheyyunnathu multiplication allallo. Division alle. 8 by 2 എത്രയാണ്? 8 divided by 2. 4 alle. 4 alle. Adu thenne. Yes, that is 8 divided by 2 is equal to 4. Here we divided both the numerator and denominator by a same number to form the equivalent fractions. Okay, now we get 6 by 4. Thus we can say this 12 by 8 is equal to 6 by 4. So these are equivalent fractions. 12 by 8 and 6 by 4 equivalent fractions. So equivalent fraction we form shape. Okay, let's do another example. That is, let's take 3 by 9. Okay, another example, 3 by 9. Okay, 3 by 9. Okay. Then we have to divide this 3 by 9. Both numerator and denominator by the same number to form the equivalent fractions. Okay, so 3 and 9 common item divide ചെയ്യാൻ പറ്റുന്ന ഒരു number ഉണ്ട്. ഏതായിരിക്കും? 6. No, 1 വേണ്ട. 1 എടുക്കാൻ പാടില്ല. 6 വേണ്ട. 6 എടുത്താൽ നമുക്ക് കുറെ വലിയൊരു വേറെ ആൻസർ കിട്ടും. അതിലും സിമ്പിൾ ആയിട്ട് ആൻസർ ഇടാൻ പറ്റുന്നത്. 3 9 ഒക്കെ ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് വരുന്നത്? അടുപ്പിച്ച് വരുന്നത് 3 9. അതെ ശരിക്കും 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 തന്നെ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. Okay, so let's divide this 3 and 3 by 9. First write 3 by 9. Then let's divide this 3 by 3 divided by 3 and 9 divided by 3. And what is the answer? What is 3 by 3? When 3 is divided by 3, we get 1. When 9 is divided by 3, we get 3. very good. 3. Very good. 3. So we can say this 1 by 3. 3 by 9 equals to 3 by 9 equals to 1 by 3. 1 by 3. Yes, very good. 3 by 9 is equal to 1 by 3. So this is the equivalent fraction. 3 by 9 and 1 by 3. 1 by 3 is the equivalent fraction of 3 by 9. Okay. And this method, this black color method is multiplication. And this blue color of division. So, by doing this multiplication and also by doing this division, we can form equivalent fractions. Equivalent fractions form okay. Then you look here. 2 by 4 equal to 4 by 8. And 3 by 4 is equal to 24 by 32. Okay. Then 12 by 8 is equal to 6 by 4. 3 by 9 equal to 1 by 3. Okay. Here look at the equivalent fraction of this step. Multiplication ചെയ്യുന്ന സമയത്ത് നമ്മുടെ equivalent fraction എന്ത് സംഭവിച്ചു? ഈ ആദ്യത്തെ equivalent fractionേക്കാളും larger number അല്ലേ നമുക്ക് കിട്ടിയത്? ആദ്യത്തെ ഫ്രാക്ഷനേക്കാളും larger terms ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ അതെ 3 by 4നേക്കാളും larger term അല്ലേ 24 by 32. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് larger ഫോമിലുള്ള equivalent fraction കിട്ടുന്നു. ഓക്കെ. ആൻഡ് ഡിവിഷൻ എല്ലാവരും നോക്കിക്കേ. ഡിവിഷന്റെ ടൈമിലോ 12 by 8 നമ്മൾ എന്റെ കണ്ടുപിടിച്ചപ്പോ 6 by 4 കിട്ടി. അപ്പൊ ഇവിടെ എന്താണ്? സ്മോളർ ഫോംസ് ആണ് അല്ലെങ്കിൽ ലോവർ ഫോംസ് ആണ് കിട്ടിയത്. ഇവിടെ അങ്ങനെ തന്നെ അല്ലേ 3 by 9 equal to 1 by 3 ലോവർ ഫോംസ് ആണ് കിട്ടിയത്. സോ വി ക്യാൻ സേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹയർ ടേംസും ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ലോവർ ടേംസും ആണ് കിട്ടുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? സോ ഓൾ ഓഫ് യു ടേക്ക് എ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ദ ഹെഡിങ് ഇൻ ഹയർ ടേംസ്. ടെക്സ്റ്റിൽ അങ്ങനെ ഒരു സ്മോൾ ഹെഡിങ് കണ്ടില്ലേ? ഇൻ ഹയർ ടേംസ്. ഹയർ ടേംസ്.
ഇൻ ഹയർ ടേംസ് എഴുതിയിട്ട് അവിടെ ഒരു ചെറിയൊരു സെന്റൻസ് ഉണ്ടല്ലേ, മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ബൈ ദ സെയിം നമ്പർ. അത് നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, ആ സ്പേസ് വിടുക. ഓക്കെ, സോ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോബ്ലം ഇല്ലേ ഇവിടെ ബോർഡിൽ 2/4ന്റെ. യെസ്, അപ്പൊ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് 1 എന്ന നമ്പർ ഇടുക. ഇൻ ഹയർ ടേംസ് എഴുതിയിട്ട് അത് എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് 1 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ഓക്കെ, ദെൻ നിങ്ങൾ അവിടെ എഴുതേണ്ടത് 2/4 എന്ന് എഴുതുക. 2/4 എന്ന് എഴുതുക. ഓക്കെ, 2/4 എന്ന് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതുക 2/4 എന്ന് എല്ലാവരും എഴുതിയോ? ഓക്കെ, ഓക്കെ, ദെൻ റൈറ്റ് ഹിയർ എഴുത്. ഞാൻ പറഞ്ഞ സെന്റൻസ് എഴുത്. ഹിയർ HERE here we take the number 2. Okay, okay, അപ്പൊ നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഹിയർ we take the number 2. അത് എഴുതിയോ? വെയിറ്റ്, 2/4 എന്ന് ആദ്യം എഴുതുക. 1 എന്ന ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് 2/4 എന്ന് ആദ്യം എഴുതുക. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു സെന്റൻസ് എഴുതുക, ഹിയർ വി ടേക്ക് ദ നമ്പർ 2. എന്നിട്ട് അത് എഴുതി കഴിഞ്ഞെങ്കിൽ ഇത് എഴുതിക്കും. ഇവിടെ തൊട്ട് എഴുതിക്കോ 2/4 into 2/2 into 2 divided by 4 into 2 equal to 4/8. Then 2/4 equal to 4/8. ഇവിടെ വരെ എഴുതുക. ഇവിടെ തെറ്റ് റൈറ്റ് ഫ്രം ഹിയർ. ഈ സ്റ്റെപ്പും ഈ 2 സ്റ്റെപ്പ് എഴുതുക. ഓക്കെ, വേഗം എഴുതണേ. In higher എഴുതേണ്ടത് ഹിയർ വി ടേക്ക് ദ നമ്പർ 2. ഓക്കെ, അത് എഴുതാൻ സ്പേസ് വിടണം. ഇൻ ഹയർ ടേംസ് എഴുതിയിട്ട് ഒരു സ്പേസ് വെച്ചിട്ട് വേണം ഹിയർ സ്പേസ് വെച്ചിട്ട് 1 എന്നൊരു ക്വസ്റ്റ്യൻ നമ്പർ പോലെ 1 എന്ന് എഴുതിയിട്ട് 2/4 എന്ന് അവിടെ എഴുതുക. അതിന്റെ താഴെയാണ് ഹിയർ വി ടേക്ക് ദ നമ്പർ 2 എന്ന് എഴുതേണ്ടത്. ഓക്കെ, then you should write 2. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയോ? ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ അത് എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്നുകൂടി പറയാം. ഏതാ പറയണ്ടേ? 2/4 എഴുതിട്ട് ബാക്കി 2/4 അത് കഴിഞ്ഞിട്ടില്ല. 2/4 കഴിഞ്ഞിട്ട് ഹിയർ വി ടേക്ക് ദ നമ്പർ 2 എന്ന അടിയിൽ എഴുതുക. എന്നിട്ട് ഇവിടെ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ള ഈ സ്റ്റെപ്പ് എഴുതുക. 2/4 into 2/2. ഇത് കഴിഞ്ഞ ആൾക്കാര് ഇൻ ലോവർ ടേംസ് എന്നുള്ള ഹെഡിങ് എഴുതുക. ഇൻ ലോവർ ടേംസ് ഹെഡിങ് എഴുതുക. വേഗം എഴുതുക. ഇൻ ലോവർ ടേംസ്. ഓക്കെ, ഇൻ ലോവർ ടേംസ് കഴിഞ്ഞിട്ട് അവിടെയും അത് എഴുതാനുള്ള ഒരു സ്പേസ് വിടുക. അവിടെയും കാണുന്നില്ലേ ഡിവൈഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, അവിടെ ആ സ്പേസ് വിടുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ അടിയിൽ താഴെ 1 എന്ന് എഴുതുക. സെയിം പ്രൊസീജിയർ 1 എന്ന് എഴുതിയിട്ട് 12/8 എന്ന് അവിടെ എഴുതുക. ആസ് ദ ക്വസ്റ്റ്യൻ യു ക്യാൻ റൈറ്റ് 12/8. ഓക്കെ, എന്ന് എഴുതിയോ? Then അതിന്റെ അതിന്റെ അടിയിൽ സെന്റൻസ് ഇതാ, ഹിയർ വി ടേക്ക് ദ നമ്പർ 2. അതേ സെന്റൻസ്, ഹിയർ വി ടേക്ക് ദ നമ്പർ 2. എന്നിട്ട് ഇതാ ഇവിടത്തെ സ്റ്റെപ്പ് ഇല്ലേ 12/8, that is 12 divided by 2, 8 divided by 2 equal to 6/4. Then അതിന്റെ അടിയിൽ 12/8 is equal to 6/4. ഓക്കെ, ഈ ഒരു പ്രോബ്ലം എഴുതാം. ഹെഡിങ് ഒന്നും കൂടെ പറയാമോ? ഇൻ ലോവർ ടേംസ് ടെക്സ്റ്റിലുണ്ടത്. ഇൻ ലോവർ ടേംസ്. എന്നിട്ട് ഈ സ്റ്റെപ്പ് ഇവിടെ നോട്ട് ചെയ്യുക. 12/8 divided by plus 2/2 equal to 6/4. That is 12/8 is equal to 6/4. Okay. Okay, and do you have any doubt? വേഗം എഴുതി കേട്ടോ.
എന്താ സൂര്യദേവൻ അല്ല സൂര്യ എന്താ പറഞ്ഞ മനസ്സിലായില്ല. ഡിവൈഡിങ് മനസ്സിലായില്ല സൂര്യദേവൻ. നമ്മള് ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുക. ആ നമ്പർ 1നേക്കാളും കൂടുതലാവണം, ഗ്രേറ്റർ ദാൻ ആവണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. സോ നമ്മളിവിടെ 12/8 എടുത്തു. 12/8 എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് ഈസി. അതുകൊണ്ട് നമ്മൾ 2 എടുത്തു. 2 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് 6/4 എന്ന് കിട്ടി. സോ വി ക്യാൻ സേ 12/8 is equal to 6/4. 6/4 is the equivalent fraction of 12/8. അങ്ങനെ പറയാം. നെക്സ്റ്റ് നമ്മൾ 3/9 ചെയ്തു. അപ്പൊ 3നെയും 9 നമുക്ക് നോക്കുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ? കാരണം എന്താണ്, 3യും 9 ഒക്കെ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നുണ്ട്. അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് നമ്മൾ 3 വെച്ച് ബോത്ത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്തു. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടാനാണ് കേട്ടോ. 2 വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടാൻ വേണ്ടി 3 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 1/3 ആൻസർ കിട്ടി. സോ 3/9 equal to 1/3 is the equivalent fraction. Okay, അതാണ് ഡിവിഷൻ. Okay, do you have any doubt? Take the number 2 എഴുതിയിട്ട് എന്ന് എഴുതണം. 2 എഴുതിയിട്ട് ഈ സ്റ്റെപ്പിലെ 12/8 divided by 2/2 equal to 6/4 വേഗം എഴുതിക്കോ. ഒരു മിനിറ്റും കൂടി ഉള്ളൂ നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആവാൻ. സോ നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് ഇത്ര സ്ലോ ആയിട്ട് ഞാൻ പോകരുത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ സമയം എടുത്തല്ല. നമ്മൾ ഈ വൈറ്റ് ബോർഡിലൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മള് ഇത് എഴുതണ്ട, 12/8 മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഒരു മിനിറ്റും കൂടെ ഉള്ളൂ. ഇത് സമയം നമ്മുടെ ടൈം പോവും, വേഗം എഴുതിക്കോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എങ്ങനെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് ഫോം ചെയ്യാം ബൈ ദ 2 methods, that is by multiplication, division by a number greater than 2. So we have to multiply both numerator and denominator by the same number and divide numerator and denominator by the same number. അത്രേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം വേഗം ചെയ്യും കേട്ടോ. ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചല്ലോ, നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. അപ്പൊ ടൈം ഇല്ല, വേഗം ചെയ്യും. ഹോംവർക്ക് ഇല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ തരാം. ഇത് നോട്ട് കംപ്ലീറ്റ് ആകാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ.